ഹായ് ഓൾ. തേർഡ് സെമസ്റ്റർ ബികോമിലെ ബിസിനസ് റെഗുലേഷൻസിലെ സൈബർ ലോ എന്ന അവസാനത്തെ ചാപ്റ്ററിൻ്റെ വീഡിയോ ക്ലാസ്സാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ സൈബർ ലോ, അതുപോലെ കൊമേഴ്സ്, ഡിജിറ്റൽ സിഗ്നേച്ചർ, ഇങ്ങനെയുള്ള പോർഷൻസാണ് ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്തു പോകുന്നത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏരിയ എന്ന് പറയുന്നത് സൈബർ ലോ തന്നെയാണ്. സൈബർ ലോ മാത്രമല്ല, സൈബർ ലോയുടെ കൂടെ IT ആക്ട് 2000 കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സൈബർ ലോ അല്ലെങ്കിൽ IT ആക്ടിന് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. സൈബർ ലോ അല്ലെങ്കിൽ IT ആക്ട് ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്നതിൽ വെച്ച് ഏറ്റവും പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു നിയമത്തിൻ്റെ ഭാഗമാണ് സൈബർ ലോയും അതുപോലെ IT ആക്ട് 2000. അപ്പോൾ അതിൻ്റെ ഇയർ സ്പെസിഫൈ ചെയ്തതുപോലെ 2000 IT ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഡിജിറ്റൽ വേൾഡ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പാർട്ട് തന്നെയാണ് സൈബർ സ്പേസ് അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നിയമത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നമുക്കുണ്ട്. ഇപ്പോൾ റോഡിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ റോഡ് സേഫ്റ്റി നിയമങ്ങൾ നമുക്കുണ്ട്, അല്ലാതെ പേഴ്സണൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നിയമങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഇതുപോലെ മനുഷ്യരുടെ ജീവിതവുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്ന സൈബർ സ്പേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് നിയമങ്ങളും നമുക്ക് ആവശ്യമുണ്ട്. കാരണം എല്ലാ കാര്യങ്ങൾക്കും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉള്ളതുകൊണ്ട് നമുക്ക് അവയിൽ നിന്നുള്ള ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നിയമങ്ങളുടെയും റെഗുലേഷൻസിൻ്റെയും ആവശ്യമുണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് സൈബർ ലോ അല്ലെങ്കിൽ IT ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ളത്. സോ കമ്പ്യൂട്ടറിൻ്റെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും ഒരു ബൂം തന്നെയാണ് ഈ ഒരു കുറഞ്ഞ കാലയളവിൽ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ സൈബർ സ്പേസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇൻ്റർനെറ്റും അതുപോലെ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സും മൊബൈൽ ഫോൺസും ഒക്കെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പർട്ടിക്കുലർ പ്ലേസ്. ഇന്ന് നമുക്ക് കാണാൻ പറ്റില്ല, ഇറ്റ് കനോട്ട് ബി വിസിബിൾ. നമുക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ കാണാനോ ടച്ച് ചെയ്യാനോ ഒന്നും സാധിക്കാത്തൊരു സ്പേസാണ്. ബട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഈ പറയുന്ന കമ്പ്യൂട്ടേഴ്സും മൊബൈൽ ഫോൺസും ഇൻ്റർനെറ്റും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഒരു തിങ്ങിനെയാണ് നമ്മൾ പറയുന്നത് സൈബർ സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, സൈബർ സ്പേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വൈഡ് സ്പ്രെഡ് ഇൻ്റർ കണക്റ്റഡ് ഡിജിറ്റൽ ടെക്നോളജി വിച്ച് എനേബിൾസ് 2 or more കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺസ് എക്സെട്ര ടു ഇൻറ്ററാക്ട് ഓവർ ഇൻ്റർനെറ്റ്. ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കമ്പ്യൂട്ടേഴ്സും മൊബൈൽ ഫോൺസും ഒക്കെ കൂട്ടിച്ചേർക്കുന്ന ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ പറയുന്നത് സൈബർ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈബർ സ്പേസിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ഒരു റെഗുലേഷൻ വേണം അല്ലെങ്കിൽ ഒരു നിയന്ത്രണം വേണം എന്ന് തോന്നിയപ്പോഴാണ് സൈബർ ലോസ് അതുപോലെ IT ആക്ടൊക്കെ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന സൈബർ ലോസ് അല്ലെങ്കിൽ IT ആക്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ പറയുന്ന യൂസേജ് ഓഫ് ഇൻ്റർനെറ്റും അതുപോലെ യൂസേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസും ഒക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സോ ഒബ്ജക്റ്റീവ്സ് ഓഫ് IT ആക്ട് 2000 ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് മാത്രമേ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് വൺ is provide legal recognition for the transactions carried out by electronic communication and storage of information. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസിനെ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസിനെയൊക്കെ ഒരു ലീഗൽ റെക്കഗ്നിഷൻ കൊടുക്കുക. അതായത് നിയമപരമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ നിയമപരമായിട്ട് അതിനൊരു നിയമത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒന്നാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ദ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. The second one, the act provides legal recognition to digital signature for accepting any agreement through computer. അപ്പോൾ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഓൺലൈൻ വഴി നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നതിൽ ഏറ്റവും വാല്യുബിളായിട്ട് കാണുന്ന ഒന്നാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുണ്ട്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഒരാളുടെ സിഗ്നേച്ചറിന്, നോർമൽ സിഗ്നേച്ചറിന് എന്ത് വാല്യൂ ഉണ്ടോ അതേ വാല്യൂ നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചറിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൊടുക്കുന്ന ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ റെക്കഗ്നിഷൻ കൊടുക്കുക. അതായത് ഒരാൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ
അതിനൊരു ലീഗൽ റെക്കഗ്നീഷൻ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് ദ സൈബർ ലോ ഓർ IT ആക്ട്. ദെൻ the act prevent cyber crime by imposing heavy penalty for such crime and protect privacy of internet users. അടുത്തൊരു കാര്യം, ഈ പറയുന്ന സൈബർ സ്പേസിൽ എന്തെങ്കിലും ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ ആ ക്രൈം കണ്ടുപിടിക്കുക, അത് പ്രൂവ് ചെയ്യുക, അതിന് ഹെവി പെനാൽറ്റി ഇമ്പോസ് ചെയ്യുക. പിന്നെ അടുത്തത് ദ ആക്ട് ഫെസിലിറ്റേറ്റ് ആൻഡ് ഗീവ് ലീഗൽ ഫങ്ഷൻ ടു ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ലൈഫിലൊരു ഇൻസെപ്പറബിൾ പാർട്ടാണ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. നമുക്ക് ഗൂഗിൾ പേയും GPayയും ഫോൺ പേയും ഒന്നും ഇല്ലാത്തൊരു ലൈഫിനെ പറ്റി ഇപ്പോൾ ചിന്തിക്കാൻ തന്നെ പറ്റില്ല. അപ്പോൾ ഇലക്ട്രോണിക്കലി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എല്ലാ മീൻസിനെയും എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുക, അതുപോലെ അതിനൊരു ലീഗൽ റെക്കഗ്നിഷൻ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ IT ആക്ട് 2000 ഒരു ഒബ്ജക്റ്റീവായിട്ട് വരുന്നുണ്ട്. The Act provides extraterritorial jurisdiction to cover any offences committed outside the country by any person. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യക്കുള്ളിൽ നടക്കുന്ന ക്രൈംസ് മാത്രമല്ല നമുക്കിവിടെ കവർ ചെയ്യാനായിട്ട് പറ്റുക. ദാറ്റ്സ് ഔട്ട്സൈഡ് അവർ കൺട്രി. മറ്റേത് കൺട്രിയിലുള്ള ഏതൊരാളും നമ്മുടെ രാജ്യത്തുള്ള ഒരാൾക്ക് എതിരെ എന്ത് സൈബർ ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും IT ആക്ടിൻ്റെ അണ്ടറിൽ അത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അതിൻ്റെ അന്വേഷണവും അതുപോലെ അതിൻ്റെ പെനാൽറ്റി ഇമ്പോസ് ചെയ്യാനൊക്കെ പ്രിവിലേജസ് ഉള്ള ഒരു ലോ ആണ് നമ്മുടെ IT ആക്ട് എന്ന് പറയുന്നത്. ആൻഡ് ദ ആക്ട് gives legal recognition for keeping books of accounts by banks and other companies in electronic form. നമുക്കറിയാം ഇപ്പോൾ ഒട്ടുമിക്ക കമ്പനീസും, ഒട്ടുമിക്ക എന്നല്ല ഏകദേശം 90% കമ്പനീസും മാനുവൽ ബുക്ക് കീപ്പിംഗ് ഒഴിവാക്കിയിട്ട് ഇലക്ട്രോണിക്കലി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടാണ് അവരുടെ എല്ലാ ട്രാൻസാക്ഷൻസും, ബിസിനസ് ട്രാൻസാക്ഷൻസും, റെക്കോർഡ് ബുക്ക് കീപ്പിങ്ങും അതുപോലെ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസും ഒക്കെ നടത്തുന്നത്. എല്ലാം കമ്പ്യൂട്ടർ വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, എല്ലാം കമ്പ്യൂട്ടർ സ്റ്റോറേജ് ഡിവൈസസ് വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് അതിനും എന്ത് വേണം, ഒരു ലീഗൽ റെക്കഗ്നിഷൻ വേണം. ദാറ്റ് ഈസ് ഏതെങ്കിലും പേഴ്സൺ നമ്മുടെ ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ നമുക്ക് നിയമ നടപടിക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കാര്യവും നമ്മുടെ IT ആക്ടിൻ്റെ ഒബ്ജക്റ്റീവിൽ വരുന്നതാണ്. ടു ഗീവ് റെക്കഗ്നിഷൻ ടു ബുക്ക് കീപ്പിംഗ് അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബൈ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇലക്ട്രോണിക് ഫോം. ഇലക്ട്രോണിക് ഫോമിൽ അക്കൗണ്ടിങ്ങും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നതിന് ഒരു ലീഗൽ റെക്കഗ്നിഷൻ കൊടുക്കുക എന്നുള്ളതും IT ആക്ടിൻ്റെ ഒബ്ജക്റ്റീവാണ്. നെക്സ്റ്റ് വരുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈബർ ലോ ആണ്. സൈബർ ലോയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അതുപോലെ ഫീച്ചേഴ്സ്, നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ നമുക്ക് വേണമെങ്കിൽ ഫീച്ചേഴ്സായിട്ടും എഴുതാം. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. സൈബർ ലോ കവേഴ്സ് ഓൾ ഓൺലൈൻ ആക്ടിവിറ്റീസ്. എല്ലാ ഓൺലൈൻ ആക്ടിവിറ്റീസും സൈബർ ലോയുടെ പരിധിയിലാണ് വരുന്നത്. അതിപ്പോൾ ഫണ്ട് ട്രാൻസ്ഫർ ആയിക്കോട്ടെ, അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൽ വരുന്ന സ്കാംസ് ആയിക്കോട്ടെ, ഹാക്കിംഗ് ആയിക്കോട്ടെ, അങ്ങനെ ഓൺലൈനായിട്ട് വരുന്ന എല്ലാ ആക്ടിവിറ്റീസും സൈബർ ലോയുടെ അണ്ടറിലാണ് വരുന്നത്. ദെൻ പേഴ്സണൽ ഇൻഫർമേഷൻസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈബർ ലോ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത്. ഒരാളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ്, അയാളുടെ നെയിം, ഫോട്ടോസ്, അതുപോലെ ബാങ്ക് ഡീറ്റെയിൽസ്, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് പലതും ഇരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു പ്രൊട്ടക്ഷൻ, പേഴ്സണൽ ഇൻഫർമേഷന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സൈബർ ലോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ എൻഫോഴ്സസ് ലോ അഗെയിൻസ്റ്റ് സൈബർ ക്രൈംസ്. പിന്നെയെന്ന് പറയുന്നത് സൈബർ ക്രൈംസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെതിരെ ക്വിക്കായിട്ട് ആക്ഷൻസ് എടുക്കുക, പെനാൽറ്റീസ് ഇമ്പോസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുക, കുറ്റവാളികളെ കണ്ടുപിടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൈബർ ലോ ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്. ദെൻ പ്രൊവൈഡ്സ് ലീഗൽ റെക്കഗ്നിഷൻ ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിജിറ്റൽ സിഗ്നേച്ചറിന് ഒരു ലീഗൽ റെക്കഗ്നിഷൻ കൊടുക്കുക. വൈൽ നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ് ഒരു പർട്ടിക്കുലർ ഡോക്യുമെൻറ്റിൽ ഇട്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അത് സൈബർ ലോയുടെ പരിധിയിലാണ് വരുന്നത്. അപ്പോൾ ഒരാൾക്ക് ഒരിക്കലും അത് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. ദെൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് സൈബർ ക്രൈംസ്. സൈബർ ക്രൈം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്കൊരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് അതിനെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഏജൻസീസിനെ ഏൽപ്പിക്കുക എന്നുള്ളതും സൈബർ ലോയുടെ പാർട്ടായിട്ട് വരുന്നതാണ്. പിന്നെ പെനാൽറ്റീസ് ഇമ്പോസ് ചെയ്യുക. ഇങ്ങനെ സൈബർ ക്രൈംസ് ഒക്കെ കമ്മിറ്റ് ചെയ്ത് അത് കുറ്റവാളികളാണ് എന്ന് കണ്ടുപിടിക്കുന്നവർക്കെതിരെ അല്ലെങ്കിൽ അവർക്ക് മേലെ പെനാൽറ്റീസ് ഇമ്പോസ് ചെയ്യുക എന്നുള്ളതും സൈബർ ലോയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സിൽ വരുന്നതാണ്. ദെൻ സൈബർ ലോ കവർ ചെയ്തിരിക്കുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്നുള്ളതാണ്.
ഒന്നെന്ന് പറയുന്നത് ഓൾ ടൈപ്സ് ഓഫ് ഫ്രോഡ്സ്, അതായത് എന്ത് ഫ്രോഡ്സും, അതായത് മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും സൈബർ ലോയുടെ പരിധിയിലാണ് വരുന്നത്. അപ്പോൾ സൈബർ ലോയുടെ പരിധിയിൽ വരുന്ന ഇന്ന ഫ്രോഡ്സ് എന്നൊന്നുമില്ല. ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ തരം ഫ്രോഡ്സും, ഇപ്പോൾ മിസ്ലീഡിങ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കുക, അതുപോലെ ഓൺലൈനായിട്ട് പ്രിവെൻറ്റഡ് ആയിട്ട് നമ്മൾക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള, അല്ലെങ്കിൽ ഒരു നോർമൽ പോളിസിക്ക് വിരുദ്ധമായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സൈബർ ലോയുടെ പരിധിയിൽ വരും. പിന്നെ വരുന്നത് കോപ്പിറൈറ്റ് ഇഷ്യൂസാണ്. നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ ഇൻ്റർനെറ്റിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ആക്സസിബിൾ ആണ്. അത് എവിടെ വേണമെന്നെങ്കിലും നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസെൻറ്റ് ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് കോപ്പി ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ പണിഷബിൾ ഒഫൻസ്. നമ്മൾ തന്നെ ഇപ്പോൾ ഗൂഗിളിലൊക്കെ ചില ഡീറ്റെയിൽസൊക്കെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലതൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രിവെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ പ്രിവെൻറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഏതെങ്കിലും വിധേന കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കോപ്പിറൈറ്റ് ഇഷ്യൂസിലേക്ക് വരികയാണ് ചെയ്യുക. ഇപ്പോൾ അതുപോലെ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരാളുടെ കണ്ടൻറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ആ കണ്ടൻറ്റ് അതേപോലെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യരുത് എന്നാണ് അതിൻ്റെ റൂൾ എന്ന് പറയുന്നത്. അവിടെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുമെന്ന് ചില യൂട്യൂബേഴ്സൊക്കെ പറയുന്നത്, അവരുടെ വീഡിയോസിൽ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് എന്തെങ്കിലും അങ്ങനെ ഒരു ഇഷ്യൂ വന്നു, അതിൻ്റെ മുകളിലൊരു കംപ്ലയിൻറ്റ് വന്നു എന്നുണ്ടെങ്കിൽ അത് സൈബർ ലോയുടെ അണ്ടറിലാണ്, അതിൻ്റെ വരിക. പിന്നെ മറ്റുള്ള എന്തെങ്കിലും തരത്തിലുള്ള സ്കാംസ്, അതായത് പേഴ്സണൽ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ കമ്പനീനെ കുറിച്ചോ ഇൻഡിവിജ്വൽസിനെ കുറിച്ചോ എന്തെങ്കിലും അവരുടെ പേഴ്സണലി അവർക്ക് ഹേർട്ട് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതും സൈബർ ലോയുടെ പരിധിയിൽ വരുന്നതാണ്. പിന്നെ ഓൺലൈൻ ഇൻസൾട്ട് ആൻഡ് ക്യാരക്ടർ ഡിഗ്രഡേഷൻ, ഒരാളുടെ അല്ലെങ്കിൽ കമ്പനിയുടെ കമ്പനിക്ക് നേരെ അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണലി അയാളെ ഇൻസൾട്ട് ചെയ്യുക. നമ്മൾ പൊതുവേ ഇപ്പോൾ കുറേ ആയിട്ട് ഓൺലൈനായിട്ട് വരുന്ന ഒരു ഇഷ്യൂ ആണത്. ദാറ്റ് ഇസ് വൺസ് ഒരു സെലിബ്രിറ്റി ആയിക്കോട്ടെ, നോർമൽ ഒരാളായിക്കോട്ടെ, ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റ്സ് ചിലതൊക്കെ ഭയങ്കര പേഴ്സണലി അവരെ ഹേർട്ട് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ വി ക്യാൻ മേക്ക് എ ഫയൽ, അല്ലെങ്കിൽ വി ക്യാൻ ഫയൽ എ കംപ്ലയിൻറ്റ് എഗെയിൻസ്റ്റ് ദാറ്റ്. നമുക്ക് അതിന് മുകളിൽ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ കമ്മിങ് കണ്ടോ എവിടെയാണ്, സൈബർ ലോയുടെ കീഴിലാണ് വരുന്നത്. അതുപോലെ ക്യാരക്ടർ ഡീഗ്രഡേഷൻ, ഒരാളെപ്പറ്റി മോശമായിട്ടുള്ള വാർത്ത പ്രചരിപ്പിക്കുക, അത് സൈബർ ലോയുടെ പരിധിയിൽ വരും. പിന്നെ വരുന്നത് ഓൺലൈൻ ഹരാസ്മെൻറ്റ് ആൻഡ് സ്talking, ഒരാളെ പിന്തുടർന്ന് ഉപദ്രവിക്കുക, അതിനാണ് നമ്മൾ സ്talking എന്ന് പറയാം. അപ്പോൾ അങ്ങനെ അയാളെ സ്ഥിരമായിട്ട് നമ്മളിപ്പോൾ ഒരാളെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ വേറെ നമ്പറിൽ നിന്ന് നമ്മളെ വന്നിട്ട് ഉപദ്രവിക്കുക, നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, നമുക്ക് താല്പര്യമില്ല, ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാലും പിന്നെയും നമ്മുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ സ്talking എന്ന് പറയും. അപ്പോൾ അങ്ങനെ അത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈബർ ലോ അല്ലെങ്കിൽ സൈബർ ആക്ട് അണ്ടറിൽ നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റും. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ വരിക, ഐഡൻറ്റിറ്റി തെഫ്റ്റ് വരിക, ദെൻ മോർഫിംഗ് പോലത്തെ കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ സൈബർ ലോയുടെ പരിധിയിലാണ് വരുന്നത്. പിന്നെ ഡാറ്റ പ്രൊട്ടക്ഷൻ, നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന ഡാറ്റയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുള്ളത് സൈബർ ലോയുടെ പരിധിയിലാണ് വരിക. ദെൻ പേഴ്സണൽ ഇൻഫർമേഷൻസ് മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുള്ളത് സൈബർ ലോ എടുത്തു പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് അതിൻ്റെ അണ്ടറിൽ വരും. പിന്നെ കോൺട്രാക്റ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ലോ, ദെൻ അതുപോലെ വെബ്സൈറ്റ്സിൻ്റെ വെബ്സൈറ്റ്, അതുപോലെ അതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ പാലിച്ചിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു വെബ്സൈറ്റിലേക്ക് കയറാനായിട്ട് പറ്റുള്ളൂ. നമ്മളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർ നമ്മുടെ അടുത്ത് ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. നമ്മൾ പകുതിയിലധികവും നമ്മൾ വായിച്ച് നോക്കാറില്ല, ശ്രദ്ധിക്കാറില്ല. പക്ഷെ അതൊക്കെ കണ്ടൻറ്റ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ റെസ്ട്രിക്ഷൻസ് ആണ്. അപ്പോൾ അതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിനോട്ട് എൻ്റർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഈ കോൺട്രാക്റ്റും അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോൺട്രാക്ട്സ്, അതുപോലെ എംപ്ലോയ്മെൻറ്റ് ലോസ്, ഇതൊക്കെ എവിടെ വരുന്നതാണ്, സൈബർ ലോയുടെ അണ്ടറിൽ വരുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് സൈബർ ലോസ് ആണ്. സൈബർ ലോ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ലോ അല്ല, അതിനകത്ത് ഒരുപാട് ഏരിയാസ് കവർ ചെയ്തിട്ട് സെപ്പറേറ്റ് ലോസ് ആണ് ഉള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് ജസ്റ്റ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് പ്രൈവസി ലോസ് ആണ്. അപ്പോൾ പ്രൈവസി ലോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോ which having a set of regulations that governs the collection, storage and utilization of personal information online. അപ്പോൾ ഓൺലൈനായിട്ട് പേഴ്സൺസിൻ്റെ പേഴ്സണൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, ദെൻ അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു,
ഇതൊക്കെ വരുന്നതാണ്. അത് മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൈവസി ലോസ് ആണ് അവിടെ അപ്ലൈ ചെയ്യുക. ദെൻ അത് ആർക്കൊക്കെ ആക്സസിബിൾ ആണ്, അപ്പോൾ അത് മിസ്യൂസ് ആയിട്ട് വേറെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രൈവസി ലോസിൻ്റെ അണ്ടറിലാണ് വരിക. രണ്ടാമത്തത് സൈബർ ക്രൈം ലോ ആണ്. ഇതെന്ന് പറയുന്നത് ഓൺലൈനായിട്ട് നടക്കുന്ന സൈബർ ക്രൈംസ്, അതായത് സൈബർ ബുള്ളിങ്, ഹാക്കിങ്, ഐഡൻറ്റിറ്റി തെഫ്റ്റ്, ഓൺലൈനായിട്ടുള്ള ഫ്രോഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മണി തെഫ്റ്റൊക്കെ നമ്മൾ കാണാറുണ്ട് സൈബർ ക്രൈംസ് ആയിട്ട്. അപ്പോൾ അത് സൈബർ ക്രൈം ലോയിലാണ് വരിക. പിന്നെ വരുന്നത് IPR ആണ്, ദാറ്റ് ഇസ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോസ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരാൾ അയാളുടെ ഓൺ ക്രിയേഷൻസിന് കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷനാണ്. അപ്പോൾ റൈറ്റ്സ് ഓഫ് ക്രിയേറ്റേഴ്സ് എന്നാണ് നമ്മൾ സിമ്പിളായിട്ട് അതിനെ പറയുക. ദാറ്റ് ഇസ് ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് അയാളുടെ കണ്ടൻറ്റ് അയാളുടെ പെർമിഷൻ ഇല്ലാതെ മറ്റൊരാൾക്ക് കോപ്പി ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ പറയുന്ന ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ദാറ്റ്സ് ഓൺ മ്യൂസിക്, അതുപോലെ ഓൺ ആർട്ട് വർക്ക്, ഓൺ ഡിസൈൻ, ഇതൊന്നും മറ്റൊരാൾ കോപ്പി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു നിയമപരമായിട്ടുള്ള പ്രൊട്ടക്ഷനാണ് നമ്മൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സൈബർ സെക്യൂരിറ്റി ലോസ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വിച്ച് ഗീവ്സ് some safeguard systems such as computer networks, data storage platforms and internet service against cyber threat. അപ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡിൽ നമ്മുടെ ഇൻ്റർനെറ്റ് അതുപോലെ കമ്പ്യൂട്ടേഴ്സൊക്കെ കണക്റ്റഡ് ആവുന്ന അതിൻ്റെ ഉള്ളിൽ വരുന്ന സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസാണ് ഇവിടെ കവർ ചെയ്യുന്നത്. പിന്നെ വരുന്നത് കൊമേഴ്സ് ലോ ആണ്. ദാറ്റ് ഈസ് ഇലക്ട്രോണിക് കൊമേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസും ഈ ഒരു ലോയിൻ്റെ അണ്ടറിലാണ് കവർ ചെയ്യുന്നത്. പിന്നെ ഡിജിറ്റൽ സിഗ്നേച്ചറും ആയിട്ടുള്ള എന്ത് അലിഗേഷൻസ് വരികയാണെങ്കിലും അതിൻ്റെ ഒതൻറ്റിസിറ്റി, ദെൻ അതിൻ്റെ ട്രാൻസ്മിഷൻ, അതിൻ്റെ ഫയല്, ബാക്കി കാര്യങ്ങളൊക്കെ ഡിജിറ്റൽ സിഗ്നേച്ചർ ലോയുടെ അണ്ടറിലാണ് വരിക. പിന്നെ സോഷ്യൽ മീഡിയ ആൻഡ് ഓൺലൈൻ കണ്ടൻറ് റെഗുലേഷൻസ്. പിന്നെ ഇപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ട് നമുക്ക് ആൾക്കാരുടെ പേഴ്സണൽ ഇൻഫർമേഷൻസും ഒക്കെ ഷെയർ ചെയ്യപ്പെടുന്നൊരു സ്ഥലമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വരുന്ന ഇഷ്യൂസ്, ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് വരുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയാസ് തന്നെയാണ്. അപ്പോൾ ലീഗൽ ആസ്പെക്ട്സ് ടു ഗവേൺ ഓൾ ടൈപ്സ് ഓഫ് കണ്ടൻറ്റ്സ്. അപ്പോൾ ചില കണ്ടൻറ്റ്സൊക്കെ എന്താണ് ബാൻ ചെയ്യപ്പെടാറുണ്ട്, പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കണ്ടൻറ്റ്സ് ഒക്കെ ബാൻ ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇവരൊക്കെ ഇത് എന്ത് കണ്ടൻറ്റാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്, എന്ത് കണ്ടൻറ്റാണ് ഷെയർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ഓൺലൈൻ കണ്ടൻറ് റെഗുലേഷൻസിലൊക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ സൈബർ ലോയുടെ അണ്ടറിൽ വരുന്നുണ്ട്. സെപ്പറേറ്റ് ലോ അതിന് വേണ്ടിയിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് സൈബർ ലോയുടെ ടൈപ്സ് ആയിട്ട് പറയുന്നത്. ദെൻ ഈ സൈബർ ലോയുടെ ലാസ്റ്റത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് സൈബർ ലോ ആണ്. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ സൈബർ ലോയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, സൈബർ ലോ ഉള്ളത് കൊണ്ടുള്ള മെറിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. മെയിനായിട്ട് കാര്യം എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് സൈബർ ക്രൈംസ് ആണ്. ഇങ്ങനെ ഒരു റെഗുലേഷൻ ഇല്ല, അല്ലെങ്കിൽ ഒരു നിയമം ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ സൈബർ ക്രൈംസ് അല്ലെങ്കിൽ സൈബർ ഏരിയ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഈ പറയുന്ന ക്രൈംസ് നടക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറും. അപ്പോൾ അതൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈബർ ലോസിന് സാധിക്കുന്നുണ്ട്. പിന്നെ ഡാറ്റ പ്രൈവസി ആൻഡ് പീപ്പിൾസ് പ്രൊട്ടക്ഷൻ, അതുപോലെ ആൾക്ക് ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അയാളുടെ പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സംഭവം ഡാറ്റ പ്രൈവസി അതുപോലെ പേഴ്സണൽ പ്രൈവസി എന്ന് പറയുന്നത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈബർ ലോസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ വേൾഡ് വൈഡ് ആയിട്ട് പാർട്ടിസിപ്പേഷൻ, ലോകത്ത് ഒരു കൺട്രിയും ഈ പറയുന്ന സൈബർ ലോ എന്ന് പറയുന്നൊരു കാര്യത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല. കാരണം അവർ ഡേ ബൈ ഡേ അത് സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ ക്രൈംസ് നടക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് സൈബർ സ്പേസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് അതിന് ആക്സസിബിലിറ്റി ഉണ്ട്. പിന്നെ കമ്പനീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ദെൻ ഇൻഡിവിജ്വൽസ് മാത്രമല്ല സൈബർ സ്പേസിലുള്ളത്, കമ്പനീസ് ഉണ്ട്, ബിസിനസ് ഓർഗനൈസേഷൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇങ്ങനെ എല്ലാ തരം ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസും എവിടെയുണ്ട്, സൈബർ സ്പേസിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കമ്പനീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈബർ ലോ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഓൺലൈൻ ബിസിനസ്, അത് വേറൊരു ഏരിയ ആണ്. ഓൺലൈൻ ബിസിനസ്, ഓൺലൈൻ ഷോപ്പിംഗ്, ഓൺലൈൻ പേയ്മെൻറ്റ്, ഇതൊക്കെ ഏകദേശം നമുക്കൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്നത് സൈബർ ലോ ഉള്ളതുകൊണ്ടാണ്. പിന്നെ അതേപോലെ ഒരു സൈബർ സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ പറയുന്ന നിയമങ്ങളൊക്കെ കുറച്ചുകൂടി കർശനമാക്കുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, ആ ഒരു രീതിയിലാണ് പിന്നെ അവിടെ എന്താ പറയുക സൈബർ സ്പേസിൽ ആക്ട് ചെയ്യുന്നുണ്ടാവുക. വൺസ് നമ്മൾ എതിരെ ഒരു ഒഫൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി അലേർട്ടായിട്ട് മാറും. അപ്പോൾ ഈ പറയുന്ന സൈബർ സെക്യൂരിറ്റി ഒരു സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് ചെയ്യാനും നമ്മുടെ സൈബർ ലോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ സൈബർ ലോ എന്ന് പറഞ്ഞൊരു ഏരിയ കഴിഞ്ഞ് നെക്സ്റ്റ് ഏരിയ വരുന്നത് ഇ കൊമേഴ്സാണ്. നമുക്ക് നല്ല പരിചയമുള്ളൊരു ടേമാണ് ഇ കൊമേഴ്സ്. വേറെ ഏതൊക്കെയോ ചാപ്റ്റേഴ്സിലൊക്കെ നിങ്ങൾ മേ ബി ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഇ കൊമേഴ്സ് അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഒന്ന് നോക്കാം. ഇ കൊമേഴ്സ് സിംപ്ലി റെഫേഴ്സ് ടു commerce through electronic media, or e-commerce refers to buying and selling of goods or services through internet. നമുക്ക് ഈസി ആയിട്ട് അറിയുന്ന ഒരു മീനിങ് ആണ് അത്. എന്താണ്, സാധനങ്ങൾ അല്ലെങ്കിൽ സർവീസസ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ്റർനെറ്റ് വഴി പർച്ചേസ് ചെയ്യുന്നതും സെയിൽ ചെയ്യുന്നതും ഒക്കെ ഇ കൊമേഴ്സിൻ്റെ ഭാഗമാണ്. ഇ കൊമേഴ്സിൻ്റെ ഒരു ഡെഫിനിഷൻ നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. Can be defined as the sharing of business information, maintaining business relationship and conducting business transaction by means of telecommunication network. അപ്പോൾ ഈ പറയുന്ന ബൈങ് ആൻഡ് സെല്ലിങ് മാത്രമല്ല, ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുക, ബിസിനസ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ ബിസിനസ് ട്രാൻസാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുക, ഇതൊക്കെ ഇ കൊമേഴ്സിൻ്റെ ഭാഗമാണ്. വെറും ബൈങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് മാത്രമല്ല ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരുപാട് ബിസിനസ് ട്രാൻസാക്ഷൻസും ഇൻഫർമേഷൻ ഷെയറിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇ കൊമേഴ്സ് നമ്മുടെ സൈബർ ലോ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം ഇതൊക്കെ എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, സൈബർ ലോയിൽ കവർ ചെയ്ത് പോകുന്ന പോർഷൻ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇ കൊമേഴ്സിൻ്റെ ഇപ്പോൾ നമുക്കറിയാം ഓൺലൈനായിട്ട് സാധനങ്ങൾ മേടിക്കുന്ന ആൾക്കാരില്ല എന്ന് തന്നെ പറയാം. ഏകദേശം നമ്മൾ 90% പേഴ്സൺസും എന്താണ് ഓൺലൈനായിട്ട് ഒരിക്കലെങ്കിലും എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. ദെൻ മന്ത്ലി ഒരു സെവറൽ ടൈംസ് നമ്മളത് പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ആ ഒരു സൈറ്റിൽ കയറി ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോവാറെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ 2 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ മെറിറ്റ്സ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് മെറിറ്റ്സ് അഡ്വാൻറ്റേജസ് ടു കമ്പനീസാണ്, ആൻഡ് നെക്സ്റ്റ് കൺസ്യൂമേഴ്സാണ്. കമ്പനീസിനുള്ള മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവരുടെ മാർക്കറ്റ് ഷെയർ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ മാർക്കറ്റ് വൈഡൻ ചെയ്യാനായിട്ടുള്ളൊരു സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന സ്ഥലത്ത് മാത്രം, ഒരു പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ മാത്രം ബിസിനസ് ലിമിറ്റ് ചെയ്യാണ്ട് ലോകത്ത് എവിടേക്കും സെയിൽ ചെയ്യാനും എവിടെ നിന്ന് വേണമെങ്കിലും ഓർഡേഴ്സ് കളക്ട് ചെയ്യാനും കമ്പനീസിന് പറ്റുന്നുണ്ട്. പിന്നെ അവരുടെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇ കൊമേഴ്സ് വരുന്നതിന് മുൻപ് മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ദാറ്റ് ഈസ് ഒരു പർട്ടിക്കുലർ ഇപ്പോൾ കാലിക്കറ്റിൽ മാത്രം റൺ ചെയ്തുകൊണ്ടിരുന്നൊരു ബിസിനസ് തൊട്ടടുത്തൊരു ഡിസ്ട്രിക്റ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ ഔട്ട്ലെറ്റ് തുടങ്ങണം, ദെൻ അവിടെ സെയിൽസ് പേഴ്സൺസിനെ കണ്ടുപിടിക്കണം, അങ്ങനെ ഒന്ന് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം, അങ്ങനെ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ്, നമുക്ക് ഗ്ലോബൽ റീച്ചാണ്. എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അതുപോലെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ കോസ്റ്റ് വളരെ കുറവാണ്. നമ്മുടെ ഓൺലൈനായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു അഡ്വർടൈസ് ദറ്റ് പ്രൊഡക്റ്റ്. പിന്നെ വരുന്നത് എനേബിൾ കസ്റ്റമൈസേഷൻ ഓഫ് പ്രൊഡക്റ്റ്. പിന്നെ നമുക്ക് ഈസിയാണ്, നമുക്ക് ഓർഡറിനനുസരിച്ചിട്ട് സാധനങ്ങൾ മെയ്ഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. നമുക്ക് വരുന്ന ഓർഡർ ഏത് രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഏറ്റവും കമ്പനീസും കസ്റ്റമേഴ്സും തമ്മിൽ ഭയങ്കര ക്ലോസറാണ്. ഇപ്പോൾ നമുക്കറിയാം പണ്ടത്തെ ഒരു സിസ്റ്റം ഓഫ് സെല്ലിംഗ് എന്ന് പറയുന്നത് മാനുഫാക്ചറർ ഉണ്ടാവും, ഹോൾസെയിലർ ഉണ്ടാവും, റീറ്റെയിലർ ഉണ്ടാവും, ദെൻ കൺസ്യൂമർ. ഈ ഒരു പാത്തിലൂടെയാണ് നമ്മുടെ സെയിൽ നടന്നുകൊണ്ട് പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ്, ഡയറക്റ്റ് സെയിലാണ്. നമുക്കിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം ഒരു പർട്ടിക്കുലർ സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 1-2 ക്ലിക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കമ്പനീസും കസ്റ്റമേഴ്സും തമ്മിലുള്ള ഗ്യാപ്പ് അവിടെ വളരെ കുറവാണ്. അപ്പോൾ ഭയങ്കര ക്ലോസർ ടുഗെദർ. പിന്നെ കസ്റ്റമേഴ്സിൻ്റെ ഇത് കുറച്ച് അഡ്വാൻറ്റേജസ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഇതിനേക്കാൾ കൂടുതൽ അഡ്വാൻറ്റേജസ് നമുക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കസ്റ്റമേഴ്സിനുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് കൂടെ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് നമുക്ക് ട്രഡീഷണൽ ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ യൂഷ്വൽ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ 10 to 9 ആവാം, അല്ലെങ്കിൽ 10 to നൈറ്റ്, രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയൊക്കെ ആവാം, അത്രയേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് 24/7 എപ്പോൾ വേണമെങ്കിലും നമുക്ക് സാധനം പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടായാൽ മാത്രം മതി. എപ്പോൾ വേണമെങ്കിലും മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും ഉള്ള ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും ഏത് ദിവസവും എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 24/7 ആക്സസിബിലിറ്റിയാണ്. പിന്നെ അതേപോലെ നമ്മുടെ ടൈം, മണി ആൻഡ് എഫേർട്ട് ഇതൊക്കെ സേവ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ഷോപ്പിൽ പോയിട്ടൊരു സാധനം വാങ്ങുന്ന എഫേർട്ട് നമുക്കിപ്പോൾ ഇല്ല. നമുക്ക് എത്ര സമയം വേണം ആ സമയമൊക്കെ നമുക്ക് ലാഭമാണ്. അതുപോലെ നമ്മളെടുക്കുന്ന എഫേർട്ട് കുറവാണ്.
അങ്ങനെ പിന്നെ അതുപോലെ ചീപ്പ് കോസ്റ്റിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് പറ്റും. പിന്നെ അതുകൂടാതെ നമുക്ക് ചോയ്സസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ എന്ത് സാധനം ഇപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും മിനിമം 1, 2, 3 സൈറ്റിൽ കയറി അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ കയറി അതിൻ്റെ പ്രൈസ് ക്രോസ് ചെക്ക് ചെയ്ത് റിവ്യൂ നോക്കിയിട്ടൊക്കെ ഒരു സാധനം ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യാറുള്ളൂ. അതിപ്പോൾ എന്ത് ചെറിയ സാധനം ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യും, 1, 2, 3 സൈറ്റിൽ കയറി അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ കയറി അതിൻ്റെ പ്രൈസ് എത്രയാണ്, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, ഇതിൻ്റെ വേറെ വെറൈറ്റീസ് അവൈലബിൾ ആണോ, എല്ലാം നോക്കിയിട്ടാണ് നമ്മളൊരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുക. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ചോയ്സസ് ഒരുപാടുണ്ട്. അപ്പോൾ അതൊരു മെറിറ്റാണ്. പിന്നെ വരുന്നത് പ്രൈസ് ആൻഡ് പ്രൊഡക്റ്റ് കമ്പാരിസൺ ആർ അവൈലബിൾ ഓൺലൈൻ. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രൈസ് കമ്പയർ ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റിനെ കമ്പയർ ചെയ്യാൻ പറ്റും, ഒക്കെ നമുക്ക് നമ്മുടെ ഫോൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വെച്ചിട്ടോ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പ്രൊവൈഡ്സ് എ ഗ്ലോബൽ മാർക്കറ്റ് പ്ലേസ്. ദെൻ നമുക്ക് ഇന്ത്യയിലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങാവൂ എന്നുള്ളൊരു ലിമിറ്റേഷൻ നമുക്കിപ്പോൾ ഇല്ല. ലോകത്ത് എവിടെയുള്ള സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് പിന്നെ വരുന്നത് എനേബിൾസ് പേഴ്സണലൈസേഷൻ ആൻഡ് കസ്റ്റമൈസേഷൻ ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. നമുക്ക് പറയുന്ന രീതിയിൽ പറയുന്ന രൂപത്തിൽ സാധനങ്ങൾ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് കമ്പനീസ് റെഡിയാണ്. അപ്പോൾ അത് നമുക്ക് വരുന്ന വലിയൊരു മെറിറ്റാണ്. ദെൻ ഇതൊക്കെ അഡ്വാൻറ്റേജസ് ആണെങ്കിലും വി ഹാവ് സർട്ടൻ ലിമിറ്റേഷൻ ഓൾസോ. കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ളത് മെയിനായിട്ട് വരുന്നത് സെക്യൂരിറ്റി ഇഷ്യൂസ് വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ്, അതുപോലെ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യേണ്ടെന്ന് വരുന്നുണ്ട്, ഓൺലൈനായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പിന്നെ വരുന്നത് ചെറിയ ബിസിനസ്സസ്, അതായത് റീറ്റെയിലേഴ്സിനൊക്കെ ഭയങ്കര ഒരു പ്രശ്നമാണ് ഈ പറയുന്ന ഓൺലൈനായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ ഷോപ്പിലേക്ക് ആൾ വരാതിരിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഭയങ്കര ടഫ് കോമ്പറ്റീഷനാണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസൊക്കെ വേറെ കോമ്പീറ്റിംഗ് കമ്പനീസ് ഈസി ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ആക്സസിബിളാണ്. ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഡാറ്റ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് എടുത്തിട്ട് പോകാനായിട്ട് പറ്റും. പിന്നെ പ്രൈവസി ഇഷ്യൂസ്, നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ സെക്യൂരിറ്റി ഇഷ്യൂസ് പോലെ തന്നെ പ്രൈവസി ഇഷ്യൂസുമുണ്ട്. പിന്നെ ഫേക്ക് ഇൻഫർമേഷൻ അബൌട്ട് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള തെറ്റായ ഇൻഫർമേഷൻസ് മേ ബി കൊടുക്കാൻ സാധ്യതയുണ്ട്. കമ്പനീസ് കൊടുക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും 100% സത്യമാവണമെന്നില്ല. കാരണം നമുക്കറിയാം, ഇപ്പം റിവ്യൂസൊക്കെ കൊടുക്കുന്ന ഒരു ടീം ഓഫ് പേഴ്സൺസിനെ തന്നെ അവർ റിക്രൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫേക്ക് റിവ്യൂസ് കൊടുത്തിട്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ ഹൈപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ലിമിറ്റേഷൻസും എന്തിനുണ്ട്, ഇ കൊമേഴ്സിനുണ്ട്. ആൻഡ് അപ്പോൾ ഈ ഒരു പോർഷനിൽ ലാസ്റ്റ് ഭാഗമാണ് ഇ കൊമേഴ്സ് ബിസിനസ് മോഡൽസ്. അപ്പോൾ ഷോർട്ട് ആൻസറൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇ കൊമേഴ്സ് ബിസിനസ് മോഡൽസ് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ വരുന്നത് B2B ആണ്, ദാറ്റ് ഇസ് ബിസിനസ് ടു ബിസിനസ്. അതായത് രണ്ട് ബിസിനസ്സുകൾ തമ്മിൽ ഉള്ള കണക്ഷനെയാണ് അല്ലെങ്കിൽ ട്രാൻസാക്ഷനെയാണ്, ഇൻറ്ററാക്ഷനെയാണ് നമ്മൾ B2B എന്ന് പറയുക. ദാറ്റ് രണ്ട് ബയേഴ്സ് തമ്മിൽ, ബോത്ത് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് തമ്മിൽ ഉള്ള കണക്ഷന് പകരം രണ്ട് സെല്ലേഴ്സ് തമ്മിലുള്ള കണക്ഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാനുഫാക്ചററും റീറ്റെയിലറും തമ്മിലുള്ള കണക്ഷനെയും നമുക്ക് B2B എന്ന് പറയാം. അപ്പോൾ ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്ത് പറയാം, B2B മോഡൽ എന്ന് പറയാം. ഹോൾസെയിലറും റീറ്റെയിലറും തമ്മിലുള്ള കണക്ഷനെ നമുക്ക് B2B എന്ന് പറയാം. മാനുഫാക്ചററും റീറ്റെയിലറും തമ്മിലുള്ള കണക്ഷനെ നമുക്ക് B2B എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ എന്താണ്, വലിയ വലിയ കമ്പനീസ് അതിൻ്റെ സബ്സിഡറി കമ്പനിയുമായിട്ടുള്ള കണക്ഷൻ ത്രൂ ഇൻ്റർനെറ്റ് വഴി നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് B2B ട്രാൻസാക്ഷനാണ് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ അതിനെയാണ് B2B എന്ന് പറയുക. രണ്ടാമത്തത് ബിസിനസ് ടു കൺസ്യൂമേഴ്സ് ആണ്. ബിസിനസ് ടു കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ദ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ എ ബിസിനസ് മാൻ ആൻഡ് എ കൺസ്യൂമർ. ഇവിടെ എന്ന് പറയുന്നത് ബിസിനസ് മാൻ സെൽസ് ഹിസ് പ്രൊഡക്റ്റ് ഡയറക്ട്ലി ടു ദ കൺസ്യൂമേഴ്സ്. അപ്പോൾ നമ്മുടെ ഇ കൊമേഴ്സ് വെബ്സൈറ്റ്സ്, ഇപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോണൊക്കെ പോലത്തെ സൈറ്റുകളാണ്, അല്ലെങ്കിൽ സൈറ്റുകൾ ചെയ്യുന്നത് ഏത് തരം കണക്ഷനാണ്, B2C ആണ്, ദാറ്റ് ഇസ് ബിസിനസ് ടു കൺസ്യൂമേഴ്സ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് കൺസ്യൂമർ ടു ബിസിനസ് ആണ്, കൺസ്യൂമർ ടു ബിസിനസ്. ദാറ്റ് ഈസ് ഈ പറയുന്ന ബിസിനസ് മോഡലിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് give the consumer what he wants at the price he wants without a merchant having to suffer public embarrassment. അപ്പോൾ ഇവിടെ C2B എന്ന് പറയുന്നത് കൺസ്യൂമറിന് എന്താണ് വേണ്ടത് എന്നുള്ളത് ബിസിനസ്സിനെ അറിയിക്കുന്ന ഒരു പാത്വേനെയാണ് നമ്മൾ C2B എന്ന് പറയുക. അപ്പോൾ C2Bയിൽ നോർമലി നമുക്കറിയാം കമ്പനിയുടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ടാവും. കമ്പനിയുടെ വെബ്സൈറ്റിൽ കൂടെ നമുക്ക് ഓർഡേഴ്സ് അങ്ങോട്ട് പ്ലേസ് ചെയ്യുന്നത്, കമ്പനി കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കിയിട്ട് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് ഒരു B2C ആണ്, C2B ആണ്, ദാറ്റ് ഇസ് കൺസ്യൂമർ ടു ബിസിനസ് ആണ്. അതുപോലെ നമ്മുടെ കംപ്ലയിൻറ്റ്സ് ബിസിനസ്സിനെ അറിയിക്കുന്നതും എന്താണ്, C2B ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും, ദാറ്റ് ഇസ് കൺസ്യൂമർ ടു ബിസിനസ്. പിന്നെ വരുന്നത് C2C ആണ്, ദാറ്റ് ഇസ് കൺസ്യൂമർ ടു കൺസ്യൂമർ.
അപ്പോൾ ഇതെന്ന് പറയുന്നത് അത്ര വലിയ കോമൺ ആയിട്ട് ഉള്ളൊരു സിസ്റ്റം അല്ല. ഇപ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ അങ്ങനെ വിസിബിൾ ആയിട്ടുള്ള എന്താണ് എക്സാമ്പിൾസ് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. ഇത് നോർമലി വരിക ഓപ്ഷൻ സൈറ്റ്സിൽ വരാറുണ്ട്, അതായത് ട്രേഡിംഗ് ഒക്കെ നടത്തുന്ന സ്ഥലത്ത്. അതുപോലെ ബിറ്റ് കോയിൻ ട്രാൻസാക്ഷൻസ് ഒക്കെ C2C ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ദാറ്റ് ഇസ് രണ്ട് പേഴ്സൺസ് തമ്മിലുള്ള ട്രാൻസാക്ഷൻസിന് നമുക്ക് C2C, അതായത് കൺസ്യൂമർ ടു കൺസ്യൂമർ, ഒരു കൺസ്യൂമറും മറ്റൊരു കൺസ്യൂമറും തമ്മിലുള്ള ഇൻറ്ററാക്ഷനാണിത്. പിന്നെ വരുന്നത് ബിസിനസ് ടു ഗവൺമെൻറ് ആണ്. B2G മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ B2Bയുടെ വേറൊരു വേരിയൻ്റ് ആണ്. ഇവിടെ എന്ന് പറയുന്നത് സം വെബ്സൈറ്റ്സ് ഓഫ് ബിസിനസ്സസ് വിച്ച് ഇസ് യൂസ്ഡ് ബൈ ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ്റിലേക്ക് സാധനങ്ങൾ ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് ബിസിനസ്സും ഗവൺമെൻറ്റും തമ്മിലുള്ള കണക്ഷൻ എൻഹാൻസ് ചെയ്യുന്നൊരു ലിങ്കാണ് ഈ പറയുന്ന B2G എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ G എന്ന് പറയുന്നത് ഗവൺമെൻറ് ആണ്, ബിസിനസ് ടു ഗവൺമെൻറ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ബിസിനസ് ഓർഗനൈസേഷൻസ്, കുറേ ബിസിനസ് ഓർഗനൈസേഷൻസ് ഗവൺമെൻറ്റുമായിട്ട് ദർ ഇസ് എ ലിങ്ക്, അവർക്കൊരു കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫോംസ് കൊടുക്കുക, അതുപോലെ ബിസിനസ്സിൽ നിന്ന് ടാക്സ് ഗവൺമെൻറ്റിന് പേ ചെയ്യാറുണ്ട്, കോർപ്പറേറ്റ് ടാക്സുകൾ കൊടുക്കാറുണ്ട്. ദെൻ ലൈസൻസസ് ഒക്കെ, ട്രേഡ് ലൈസൻസ് ഒക്കെ പുതുക്കാൽ, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത് ബിസിനസ് ടു ഗവൺമെൻറ് എന്ന് പറഞ്ഞ ലിങ്ക് വെച്ചിട്ടാണ്. പിന്നെ വരുന്നത് ഗവൺമെൻറ് ടു ബിസിനസ് ആണ്. ഗവൺമെൻറ് ടു ബിസിനസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെബ്സൈറ്റ് വിച്ച് അപ്രോച്ച് ബിസിനസ് ഓർഗനൈസേഷൻസ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ട്രേഡിങ്സ്, ഓപ്ഷൻസ്, അതുപോലെ ആപ്ലിക്കേഷൻ സബ്മിഷൻസ്, ലൈസൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുക, അതുപോലെ എന്തെങ്കിലുമൊക്കെ എന്താണ് ഗവൺമെൻറ് ബിസിനസ്സിനേക്ക് വേണ്ടിയിട്ട് ഉള്ള കണക്ഷനെയാണ് നമ്മൾ ഗവൺമെൻറ് ടു ബിസിനസ് എന്ന് പറയുന്നത്. നോർമലി നമുക്ക് ഗവൺമെൻറ്റിലോട്ട് എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ് സൈറ്റിൽ നമുക്കത് ആപ്ലിക്കേഷൻ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു മോഡലാണ് ഗവൺമെൻറ് ടു ബിസിനസ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് ഗവൺമെൻറ് ടു സിറ്റിസൺ ആണ്. ദാറ്റ് ഈസ് G2C മോഡൽ എന്ന് പറയുന്നത് ഗവൺമെൻറ് ടു സിറ്റിസൺ എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് ഇറ്റ്സ് എ വെബ്സൈറ്റ് ടു അപ്രോച്ച് സിറ്റിസൺ ഡയറക്റ്റ്ലി. അപ്പോൾ ഈ പറയുന്ന നമുക്കറിയാം, ഇപ്പോൾ അക്ഷയ സെൻറ്റേഴ്സൊക്കെ നമുക്ക് ഈസിലി ആക്സസിബിൾ ആണ്. അതുപോലെ തന്നെ മാനുവലി നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ചില ആപ്ലിക്കേഷൻസൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ രജിസ്ട്രേഷൻ, മാരേജ് സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ, ഡെത്ത് സർട്ടിഫിക്കറ്റ്സ്, ലാൻഡ് റവന്യൂ റെക്കോർഡ്സ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ കയറിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു മോഡലിനെയാണ് നമ്മൾ ഗവൺമെൻറ് ടു സിറ്റിസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇ കൊമേഴ്സ് ബിസിനസ് മോഡൽസ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. മേ ബി ഈ സൈബർ ലോ എന്ന് പറയുന്നത് ഈ ഒരു ബിസിനസ് റെഗുലേഷനിലെ ഒരു ഫസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ ആയതുകൊണ്ട് മേ ബി ഈ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു.